നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ചൂടും ചൂരുമൊക്കെ കേരളത്തിൽ അലയടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ, 3-4 മാസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. കേരളത്തിൽ ഇത്തവണ ഇടതുമുന്നണിയും BJP-യും അതുപോലെ തന്നെ UDF-ഉം ഒരേപോലെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് CPM-ന്റെ നേതൃത്വത്തിൽ LDF-ഉം ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനാണ് BJP ശ്രമിക്കുന്നത്. BJP-യുടെ കാര്യം പറയുകയാണെങ്കിൽ BJP നേതൃത്വം 30 സീറ്റാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെങ്കിലും BJP-ക്ക് ഇത്തവണ ഒരു 10 സീറ്റെങ്കിലും കേരളത്തിൽ വിജയിക്കാനാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. അതിൽ BJP കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണം പറഞ്ഞ ചില സീറ്റുകളുണ്ട്. അതിലൊരു സീറ്റാണ് ചെങ്ങന്നൂർ. BJP-ക്ക് വളക്കൂറുള്ള മണ്ണാണ് നമുക്കറിയാം. എന്നാൽ ഇക്കുറി ചെങ്ങന്നൂരിലേക്ക് എത്തുമ്പോൾ ചെങ്ങന്നൂരിൽ ഇത്തവണ BJP-യുടെ ഒരു സാധ്യത എത്ര മാത്രമാണ്? ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും BJP അവിടെ ഒരു വളർച്ച നേടിയിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന സ്ഥാപനങ്ങൾ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും പകുതി പഞ്ചായത്തുകളിൽ BJP ഭരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലും ബാക്കിയുള്ള പഞ്ചായത്തുകളിലും മുഖ്യ പ്രതിപക്ഷം ഇപ്പം BJP ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-ക്ക് ഗ്രൗണ്ട് ലെവലിൽ ഒരു പ്രത്യേക സ്വാധീനവും ഒരു സപ്പോർട്ടും വോട്ടും ഉണ്ട്. പറന്നു നിൽക്കാനുള്ള വോട്ടുള്ള മണ്ഡലമാണ് ഇപ്പൊ ചെങ്ങന്നൂർ. ഒരു BJP മണ്ഡലമായി വേണമെങ്കിൽ എത്തിക്കാം. BJP പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ BJP നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത മണ്ഡലങ്ങളൊന്നാണ് ചെങ്ങന്നൂർ. 2016 നേമത്ത് O രാജഗോപാൽ ജയിച്ചു. അതിനുശേഷം പിന്നെ നടന്ന നിയമസഭയിലേക്കുള്ള ബൈ ഇലക്ഷനകത്ത് ശ്രീധരൻപിള്ള മത്സരിക്കുകയും BJP ചിലപ്പോൾ പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷ വെച്ച ഒരു മണ്ഡലം കൂടിയാണ് ചെങ്ങന്നൂർ. 46,000 വോട്ട് അന്ന് പിടിച്ചിട്ടുണ്ട്. ഒരു 40,000 വോട്ട് കൃത്യമായിട്ട് ആ മണ്ഡലത്തിൽ BJP-ക്ക് ഉണ്ട്. ലോക്സഭ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ BDJS ആണ് മത്സരിക്കാറുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വോട്ട് പുറമോട്ട് ഇറങ്ങാറുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ BJP-ക്ക് ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആര് സ്ഥാനാർത്ഥിയായി വരുമെന്ന കാര്യമാണ് ഏറ്റവും സുപ്രധാന. ആര് വരുമെന്ന് ഇതൊരു തീരുമാനമായിട്ടില്ല. സന്ദീപ് വചസ്പതി ആണോ അതോ ശോഭയാണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വചസ്പതി വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ശോഭ ചിലപ്പോൾ കായംകുളത്തായിരിക്കും. പക്ഷേ ഈ സച്ചിത ഞാൻ കേട്ടത് അവിടെ കുമ്മനത്തിനെ മത്സരിപ്പിക്കാൻ ഒരു സാധ്യത ഉണ്ട്. കുമ്മനത്തിനെ മത്സരിപ്പിക്കാൻ BJP-യുടെ ദേശീയ നേതൃത്വം അതുപോലെ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നു. കുമ്മനം പോലത്തെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായാൽ മാത്രമേ ആ മണ്ഡലത്തിന്റെ ഒരു BJP ചായ്വ് അത് മുതലെടുക്കാൻ പറ്റുകയും ഈ 46,000 അല്ലെങ്കിൽ 45,000 എന്ന് പറയുന്ന BJP വോട്ടുണ്ടല്ലോ, ആ വോട്ടിന് ഒരു 15,000 വോട്ട് വർദ്ധിപ്പിച്ച് ഒരു 60,000-ലേക്ക് എത്തിയാൽ മാത്രമല്ലേ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. ഒരു 55 വേണം, എന്നാൽ മാത്രമേ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. കുമ്മനത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും വട്ടിയൂർക്കാവില് 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചത് കുമ്മനമാണ്. പിന്നെ തിരുവനന്തപുരം ലോക്സഭയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കി. കഴിഞ്ഞ തവണ നേമത്ത് മുരളീധരൻ ഉണ്ടായിട്ട് കൂടി ഒരു 6,000 വോട്ടിന് വ്യത്യാസത്തിലാണ് തോറ്റത്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പോരാട്ടം കാഴ്ചവെച്ച ഒരു നേതാവ് കൂടിയാണ് കുമ്മനം വരുന്നത് കൊണ്ട് BJP-ക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ഇലക്ഷൻ ഇനി 100 ദിവസം മാത്രമേ ഉള്ളൂ. 100 ദിവസം ഇല്ല. ഇപ്പൊ തന്നെ ജനുവരിയിൽ നിന്ന് 8 എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പകുതിയോടെ, കഴിഞ്ഞ പ്രാവശ്യം 2021 ഏപ്രിൽ പകുതിയോടെ ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പൊ 100 ദിവസം ഇല്ല. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച്, അത് കുമ്മനമാണെങ്കിലും സന്ദീപ് വചസ്പതി ആണെങ്കിലും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതാണ് BJP-ക്ക് നല്ലത്. BJP-ക്ക് ഒരുപാട് സാധ്യത ഉള്ളതാണ്. പിന്നെ കുമ്മനത്തിന് പറഞ്ഞു കേൾക്കുന്ന ആറന്മുളയാണ്. ആറന്മുളയിൽ കുമ്മനം പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കുമ്മനത്തിന് അവിടെ നിൽക്കുന്നു, ഒരു 10,000 വോട്ട് കിട്ടുന്നു, മത്സരം നടത്തുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരു നിയമസഭാ അംഗത്വം അല്ലെങ്കിൽ MLA നിലയിലോട്ട് കയറി വരണമെങ്കിൽ പറ്റിയ മണ്ഡലം നമ്മളൊരു യാഥാർത്ഥ്യത്തിന് തിരിച്ചറിയണം. നമ്മൾ വെറുതെ ഇങ്ങനെ രാഷ്ട്രീയ വിടുവായുത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ്. കാരണം അജിത്ത് പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ ആറന്മുളയില് നമ്മുടെ വീണാ ജോർജിന് കൃത്യമായിട്ടുള്ള ഒരു ബേസ് ഉണ്ട്, പാർട്ടി കൃത്യമായ വോട്ടുണ്ട്, അവരുടെ സംഘടനാ സംവിധാനമുണ്ട്, അവരുടെ ക്രൈസ്തവ വോട്ട് അവർക്ക് അനുകൂലമായിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ വിജയിച്ച് സ്ഥാനാർത്ഥി നിലയ്ക്ക് ആ മണ്ഡലവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് വീണാ ജോർജിന്. ആ ബന്ധത്തിനെ മറികടന്നുകൊണ്ട് അവിടെയുള്ള കോൺഗ്രസിന്റെ സ്വാധീനത്തെ മറികടന്നുകൊണ്ട് അവിടെ ഒരു 50,000 വോട്ട് നേടി വിജയിക്കാനുള്ള ശേഷി ഇന്നത്തെ BJP-ക്ക് ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, BJP-യുടെ സംസ്ഥാന നേതൃത്വം ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ചെങ്ങന്നൂർ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. 5 പഞ്ചായത്തുകളിലൂടെ ഭരിക്കുന്നു. 5 പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം, ജില്ലാ പഞ്ചായത്തിലൂടെ മത്സരിക്കുന്നു, മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 40,000 വോട്ട് കുമ്മനത്തിനെ പോലൊരു സ്ഥാനാർത്ഥിയോടെ ഇറങ്ങുമ്പോൾ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വലിയൊരു വിഭാഗം കുമ്മനത്തിനോടൊപ്പം വരാൻ സാധ്യതയുണ്ട്. അതിന് വേണം BJP കഴിയും.
NSSന്റെ വോട്ട് സ്വാഭാവികമായി അത് NSSന്റെ വോട്ട് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ എനിക്ക് ചേർത്ത് പറയേണ്ട സുപ്രധാന കാര്യം എന്ന് വെച്ചാൽ 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയത്. 12 വർഷമായിട്ട് സംസ്ഥാനത്ത് BJP ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നേതാക്കൾ വന്ന് മാറിയിട്ടുണ്ട്. നേതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ പലതും കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് അവസാനത്തെ പിടിവള്ളിയാണ്. കാരണം ഇത്രയായി, ഇനിയെങ്കിലും സീറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ. ഒരു ലോക്സഭാ സീറ്റും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സുപ്രധാനമായിട്ട് BJPക്ക് അടയാളപ്പെടുത്തേണ്ടത് സംസ്ഥാനത്തെ നിയമസഭയിലാണ്. ആ നിയമസഭയിലോട്ട് വ്യക്തമായിട്ട് ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് BJPയുടെ ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുകയാണ്, BJP സപ്പോർട്ടർ അല്ല, തീർച്ചയായും ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത്. ഇത്തരം കാലത്ത് സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ പറയാണ് ജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ അത്യാവശ്യമാണ് ജയിക്കേണ്ടത്. കാരണം വെച്ചാൽ അല്ലെ പിന്നെ ഇനിയില്ല. ഇത്രയും കാലമായിട്ട് ഇത്രയും ചെയ്തിട്ട് ഇപ്പൊ ചന്ദ്രശേഖരനെ വരെ കൊണ്ടുവന്നു. BJP ഒരുപാട് ഫണ്ടിറക്കുന്നു. പിന്നെ ജാവദേക്കറിനെ പോലൊരു നേതാവ് സംസ്ഥാനത്ത് തമ്പടിച്ച് നിൽക്കുവാണ്. വെച്ചാൽ പ്രഭാരിയായിട്ട് പുള്ളിയാണ് നിർത്തിയേക്കുന്നത്. അത്ര സീനിയർ നേതാവിനെ കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിന് പോലും ഇല്ല അങ്ങനെ അവസരം കൊടുത്തിട്ടില്ല. ആന്ധ്ര തെലങ്കാനയ്ക്ക് പോലും അങ്ങനത്തെ ഒരു അവസരം കൊടുത്തിട്ടില്ല. അവിടുത്തെ നേതാക്കൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നാഗ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ ഒരു നേതാവ് ഇവിടെ വരുന്നില്ല. വരുന്നത് കേരളത്തിൽ മാത്രമാണ്. കാരണം കേരളം പിടിക്കണം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. ഈ 12 വർഷമായി BJP കേന്ദ്രത്തിൽ ഭരണം നടത്തിയിരിക്കുന്നു. SNDPയുമായി ഈ BDJS ആയിട്ടുള്ള ഒരു അലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൂടെ നഷ്ടം വന്നത് സത്യത്തിൽ ഇടതുപക്ഷത്തിനാണ്. BDJS ഇപ്പോ NDയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ BDJS ഉണ്ടാവുകയും അത് NDയുടെ ഭാഗമാവുകയും ചെയ്തപ്പോൾ അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ വലിയൊരു ശതമാനം SNDP വോട്ടുകൾ, ഈഴ വോട്ടുകൾ BJPയിലേക്ക് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് NSSകാരിലെ നിരവധി നായന്മാർ ഇപ്പോൾ BJPക്കാരായിരിക്കാം, അല്ലെങ്കിൽ BJP ആയിട്ട് അവർ അനുഭവം പ്രകടിപ്പിക്കാം. പക്ഷേ 12 വർഷമായി NSSൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ BJP കഴിഞ്ഞില്ല എന്നുള്ളത് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് സുപ്രധാന കാര്യമാണ്. ചെങ്ങന്നൂരിന്റെ മണ്ഡലത്തെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഏറ്റവും സുപ്രധാന കാര്യമാണ്. കാര്യം വെച്ചാൽ അവിടെ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് NSSന്റെ വോട്ടാണ്. NSSന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നെന്ന് ആരും പറയുന്നു അതിനെതിരായിട്ട് ചിലപ്പോൾ താഴെ വോട്ട് ചെയ്യത്തുള്ളൂ. അത് എന്താന്ന് ശൈലിയാണ്. അതുകൊണ്ടാണ് പെരുന്നെന്ന് സമുദ്രം പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞ് നാടൻ കണ്ടെന്ന് വെച്ചിട്ടാണ് സമുദ്രം പറയുന്നത്. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് വരുത്തുള്ളൂ. എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. പക്ഷെ നമ്മൾ ജാതി പറയുന്നത് അതുകൊണ്ട് നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് പെരുന്നെന്ന് അല്ലെങ്കിൽ ഒരു അനുകൂലമായ തീരുമാനം വന്നു കഴിഞ്ഞാൽ 2021 ഏറ്റവും സുപ്രധാനമായ കാര്യം വെച്ചാൽ വോട്ട് ചെയ്തിട്ട് സുമാരൻ നേരം എന്ന് പറയുകയാണ് ഈ സർക്കാർ താഴെ പോണെന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ നടന്ന കാര്യം വളരെ ശക്തമായിട്ടുള്ള 91-99 അതില് പലരും നന്ദി പറഞ്ഞത്, പലരും ഇടതുപക്ഷ പ്രവർത്തകർ പലരും നന്ദി പറയുന്നത് സുമാരൻ നേർക്കാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞില്ല ചിലപ്പോൾ ഇത്ര സീറ്റ് വരുന്നില്ല കരുതുന്നത് ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഇത്ര അങ്ങ് കയറിപ്പോയി. പത്തനംതിട്ട 5 സീറ്റ് എടുത്ത്. അപ്പൊ ഇപ്പൊ BJP ആഗ്രഹിക്കുന്നത് സുമാരൻ നേര് BJPക്ക് എതിരായിട്ട് പറയണമെന്നാണ്. അല്ല മിണ്ടായിരുന്നു. അപ്പൊ ചെങ്ങന്നൂരിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ കുമ്മനം നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, നല്ലൊരു ചോയ്സ് ആണ്. പക്ഷെ 100 ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി. പ്രവർത്തകർക്കിടയിലെ കൺഫ്യൂഷൻ മാറ്റി വെച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് വർക്ക് ചെയ്തു തുടങ്ങാം. ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. അവർക്ക് എങ്ങനെ നോക്കിയാലും 10 സീറ്റ് എത്തിയേ പറ്റത്തുള്ളൂ. ഇനി അവസാനത്തെ പിടിപിടി തീർച്ചയായും കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം വോട്ട് ശതമാനം കുറച്ചാവട്ടെ. 17-16 അപ്പൊ പിടിച്ചു നിന്നേ പറ്റൂ. അപ്പം നല്ലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. ഒരുപാട് കാര്യമുണ്ട്. ആറന്മുളയാണെങ്കിൽ ഇതിങ്ങനെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സൈച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയായ വകുപ്പ് കിട്ടിയിട്ടും സർക്കാരിന് പേരുദോഷം, പെർഫോമൻസ് മോശമാണ്. വളരെ ഈസിയായി രണ്ട് സാംസ്കാരികവും പിന്നെ ഫിഷറീസും. സാംസ്കാരികം എവിടെ തൊട്ടാലും പ്രശ്നമാണ്. പിന്നെന്ന് പറഞ്ഞാൽ മറ്റേ ഭരണഘടന ഇഷ്യൂ കാരണം രാജിവെച്ച് വാദിക്കേണ്ടി വന്നു. പിന്നെ വീണ്ടും കയറി വന്നു. അതിന്റെ കേസ് പിണറായിയുടെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് ഒരു അവസരം കൊടുത്തിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ശരാശരിക്കും താഴെയാണ്. പിന്നെന്ന് പറഞ്ഞാല് ഈസി വകുപ്പ് ആയതുകൊണ്ട് സാംസ്കാരികം ഫിഷറീസ് ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ ലൈംലൈറ്റിൽ നിൽക്കാതെ പോകുന്നത്. വലിയ കേടുപാടില്ലാതെ പോകുന്നത്. കാരണം വെച്ചാൽ അതിനെതിരെ അറ്റാക്ക് നടത്തിയിട്ടും മീഡിയക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ആരോഗ്യമോ അല്ലെങ്കിൽ ധനകാര്യമോ വിദ്യാഭ്യാസമോ എല്ലായിരുന്നു. ശിവൻകുട്ടിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ സൈച്ചറെ തീർന്നേനെ. ശിവൻകുട്ടി ആയതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി പിടിക്കാം. തീർച്ചയായിട്ടും അച്യുതന്റെ വിലയിരുത്തൽ വളരെ കൃത്യം തന്നെയാണ്. BJP കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമെന്നാണ് ചെങ്ങന്നൂർ. ആ മണ്ഡലത്തിന് BJP ഒരു ചായ്വുണ്ട്. BJP കൃത്യമായ ഗ്രാസ് റൂട്ടിൽ വർക്കുണ്ട്. BJPക്ക് ബേസ് വോട്ടുണ്ട്. അവിടെ തമ്മിൽ അടിയില്ലാതെ
ഒരു സ്ഥാനാർത്ഥി നേരത്തെ നിർത്തി, ഒരു എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥി നിർത്തി, പ്രത്യേകിച്ച് കുമ്മനത്തിനെ പോലുള്ള സ്ഥാനാർത്ഥി നിർത്തി, അവിടെ കൃത്യമായ ഗ്രൗണ്ട് വർക്കുകളും കൃത്യമായ പ്രചരണവും നടത്തിയാൽ BJPക്ക് NSSനെ കൂടി അനുനയിപ്പിച്ച് ക്രൈസ്തവ വോട്ട് കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ BJPക്ക് ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. മറ്റൊരു മണ്ഡലം കാണാം. വീണ്ടും നമസ്കാരം.